ഈ ഫോറസ്റ്റ് മൊത്തം കാടാണെന്ന് പറഞ്ഞ മാതിരി ഇവിടെ ഫുള്ള് കാടും ഇരുട്ടുമാണ്. നമുക്ക് നമ്മുടെ അച്ചുവിനെ ഒന്ന് തപ്പാം. അച്ചു എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. യെസ്, അങ്ങനെ നമ്മുടെ അച്ചുവിനെ കിട്ടിയിരിക്കുകയാണ്. അച്ചു റെഡിയല്ലേ? എന്തൊക്കെയാ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന്? അപ്പൊ നമ്മളിപ്പോ വള്ളം എടുത്തോണ്ട് പോകാൻ പോവാണ് ഫിഷിങ്ങിന്. വള്ളത്തിൽ കയറാൻ പേടിയുണ്ടോ? വള്ളത്തിൽ കയറാൻ പേടിയില്ല, പക്ഷെ കയറാൻ സമയത്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. തീർച്ചയായും. ഓക്കെ. ഈ കായലിൽ കൂടുതലുള്ള ചെമ്പല്ലിയാണ്. അപ്പോൾ അതിന് പറ്റിയ ഷാള് നമുക്ക് ആദ്യം എറിഞ്ഞ് നോക്കാം. ഇതാണ് നമ്മളിപ്പോൾ ചെമ്പല്ലിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. ഇത് ഒറിജിനൽ അല്ലല്ലേ? അല്ല, ഇത് സിലിക്കോണിലെ ഷാഡാണ്. അപ്പോൾ നമ്മൾ മീനിനെ പിടിക്കാനായിട്ട് പലതരത്തിലുള്ള ലൂറുള്ളതിൽ ഇത് സിലിക്കോൺ ഷാഡ് ഒരു സാധനമാണ്. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ സ്നാപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്നില്ലേ മെറ്റല്, ഇത് ഉപയോഗിക്കുന്നത് വെച്ചാലേ നമ്മൾ സ്നാപ്പിൽ പിടിച്ചിടുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഇതേപോലെ ക്ലിപ്പ് ചെയ്തിടാം. നമ്മൾ ഉപയോഗിക്കുന്ന നൂല് നല്ല ടെൻഷനുള്ളൊരു നൂലാണ്, ബ്രൈഡ് എന്ന് പറയും. പക്ഷേ അതിൻ്റെ കട്ടിയുണ്ടല്ലേ, വളരെ തിന്നാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നടുക്കെത്തിയിട്ട് കാസ്റ്റ് ചെയ്ത് തുടങ്ങാം. പേടിക്കാതിരിക്കുമല്ലോ? എനിക്ക് ഇവിടെ ഇരിക്കാൻ പേടിയൊന്നുമില്ല, എന്നാലും അച്ഛൻ നിൽക്കുന്നത് കൊണ്ട് ചെറിയൊരു ടെൻഷൻ. വള്ളം വീഴുന്നോ? ഇത് ഇട്ട ഉടനെ തന്നെ കിട്ടുമോ മീൻ? ഈ സാധനത്തിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ എറിഞ്ഞിട്ട് റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമ്മളിത് ഉപയോഗിക്കുന്ന ബെയ്റ്റ് അല്ലല്ലോ. അപ്പോൾ നമ്മൾ എറിഞ്ഞ് റിട്രീവ് ചെയ്താൽ മാത്രമേ ഇതിനൊരു മീനിന്റെ ആക്ഷൻ കിട്ടത്തുള്ളൂ. ഇത് കറക്റ്റ് ഒരു മീൻ നീന്തി വരുന്ന കണക്കാ വെള്ളത്തിൽ കൂടി വരിക. അതിന്റെ വാലൊക്കെ ഒരു മീനിന്റെ വാല് കണക്കിന് ഉണ്ട്. ഇത് വെള്ളത്തിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും കറക്റ്റ് മീൻ കണക്കിരിക്കും. അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന സാധനം എന്താണ്? സ്ലിംഗ് ഷോട്ടിന്റെ റീലാണ് എൻ്റെ കൈ ഇരിക്കുന്നത്. നമുക്കിപ്പോൾ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും മീൻ നിൽക്കുന്നത് കണ്ടാൽ സ്ലിംഗ് ഷോട്ടിന് പിടിക്കാം. ഇവിടെ കൂടുതലും ചെമ്പല്ലിയാണ് കാണുന്നതല്ലേ? ഇവിടെ ചെമ്പല്ലി, പിന്നെ ഹമൂർ എന്ന് പറയുമ്പോൾ ഇവിടെ അഴുവ എന്നൊക്കെ പറയുന്ന ഒരു മീനുണ്ട്. ഇവരും മീൻ പിടിക്കാൻ വന്നതായിരിക്കുമോ? ഇവര് വലയിടുന്നവരാ. വലയിടാൻ പോണല്ലോ കേട്ടോ. ഞാൻ വന്നതിന് ശേഷം ഇവിടെ ഫിഷിനെ കാട്ടി കൂടുതൽ തവളയാ കണ്ടത്. ഈ തവളക്കൊക്കെ പോരാ അവിടെ ഞണ്ടിരുന്നൂടെ? ഞണ്ടൊക്കെ ഉണ്ടാവാറുണ്ടോ അവിടെ? അവിടെ നിറയെ ഞണ്ടുണ്ട്. നമ്മുടെ മഡ്ക്രാബില്ലേ, മഡ്ക്രാബിന് നല്ല പേര് കേട്ട കായലത്. അത് ശരി. ഞണ്ടും പ്രതീക്ഷിക്കല്ലേ? അച്ഛൻ്റെ കണ്ണിൽ എന്തോ കണ്ടിട്ടുണ്ട്. ഒന്ന് അടിപ്പിച്ച അങ്ങോട്ട്. തവളയല്ല അത്, ഞണ്ടെന്നാ തോന്നേ. ആണോ? ഞണ്ടാണ് കേട്ടോ അത്. അതാ കല്ലിനടി കയറി. ഞണ്ട്. ഇവിടെ എത്ര ആഴമുണ്ടെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഞണ്ടാണോ? ശ്രദ്ധിച്ചെടുക്ക്, കയ്യിൽ കടിയൊന്നും വീഴരുത്. എടുക്കാൻ പറ്റുന്നില്ല. കിട്ടി. Oh my God. Wow! എന്റെ ദൈവമേ, ഇത് നല്ല വലുതാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടത് ക്രാബ് തന്നെയായിരുന്നു. ഹോളിന്റെ അങ്ങ് അറ്റ വരുന്നു, കൈ മൊത്തം ആ തേരിട്ടാ പിടിച്ചേ. ഇത് ശരിക്കും ഇത്രയും ഇതിന്ന് വലുതാവും? അതെ, ഇതൊന്നുമല്ല, ഇത് വളരെ ചെറുതാ. 3 കിലോക്കാ വേണ്ട സാധനം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഞണ്ട് പിടിക്കാം. മീനിനെ കാട്ടി വിലയുണ്ട്, ടേസ്റ്റ് ഉണ്ട്. ഞണ്ട് പിടിച്ച് നൈസായിട്ട് കുക്ക് ചെയ്യാം. ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഈ പിടിച്ച സ്ഥലത്ത് തന്നെ വേറെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? ഈ ഭാഗത്ത് എന്തായാലും വേറെ ഞണ്ടുണ്ടാവും. ചേട്ടാ, വെള്ളം കൂടെ പിടിച്ചോട്ടാ. എനിക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ പറയണേ, ഞാനിവിടെ ഇറങ്ങാം. വേണ്ട, ചെളിയാ, ഭയങ്കര ചെളിയാ. 2 എണ്ണം ഒരുമിച്ചിരിക്കുക. പൊളിച്ചല്ലോ. കിട്ടിയോ? കിട്ടി, 2 കിട്ടി. ഇട്ടരുതട്ടാ, 2 കിട്ടി. പൊളിച്ച്. പിടി ശരിയായില്ല. ആണോ? മാറിന്നോ? ഇതാണ്
കൂട്ടുകാരനായിട്ടുണ്ട് കേട്ടാ. ഫുള്ള് ചെളിയാണല്ലോ. അപ്പോഴേ നമുക്ക് ഈ ഞണ്ടേ ഇങ്ങനെ ഇട്ടേക്കുന്നത് സേഫ് അല്ല. ഒന്ന് അത് ഓടിക്കളയാൻ സാധ്യതയുണ്ട്, രണ്ട് ഇറുക്കാൻ സാധ്യതയുണ്ട്. ഇതിന് കെട്ടി വെക്കണമല്ല. ഓടിയാൽ ഇതിനകത്ത് കിടന്നല്ലേ ഓടുള്ളൂ. ഇല്ല, കെട്ടണോ? സൈഡ് പിടിച്ച് കയറിയല്ല. അച്ഛാ ആ കയറിന്റെ കഷ്ണം ഇതൊന്നും എടുത്തരോ. എറിഞ്ഞു. ഓ, അതിന്റെ ആ കടിക്കുന്ന ആ ഒരു ആ ഇറുക്കുന്ന കാലില്ലേ, അതിനെ എൻ്റെ ബോഡിയോട് ക്ലോസ് ചെയ്ത് വെച്ച് അങ്ങ് കെട്ടിയ പരിപാടി കഴിഞ്ഞു. ഓ, പിന്നെ എനിക്കിങ്ങനെ എടുത്ത് അമ്മാനം ആടാം അല്ലേ? കയറ് പൊട്ടിയ കടി കിട്ടും. കെട്ടി കഴിഞ്ഞു. പിടിക്കാലോ? പിടിക്കാം. പക്ഷെ ഇതിന്റെ ഈ കാലുകളില്ലേ, ചെറിയ കാലുകൾ, അത് വെച്ചിട്ട് ഇതേപോലെ ഉള്ളാൻ നോക്കും. അത് ചെറിയൊരു വേദന ഉണ്ടാവും. ഇത് നമുക്കൊരു പ്രത്യേക റെസിപ്പിയിൽ വെക്കാം. നമ്മുടെ ഇറച്ചിപ്പുട്ടില്ലേ, അതുപോലെ ഞണ്ടിന്റെ ഇറച്ചി പിടിച്ച് വയ്ക്കും. ഞാൻ വെച്ചിട്ടുണ്ട്, എനിക്കറിയാം. നമുക്കതൊന്ന് ട്രൈ ചെയ്താലോ? പിന്നെന്താ. പിന്നെ നമുക്ക് ആ സൈഡിൽ നോക്കാം അല്ലേ? നമുക്ക് നമ്മൾ ഇറങ്ങിയില്ലേ സൈഡ്, അവിടെ നോക്കാം. രാത്രി ആകുമ്പോഴാണ് ഈ ഞണ്ട് പുറത്തിറങ്ങുന്നത്. അടുപ്പിച്ചോട്ടാ. നമ്മുടെ ബാഗ് സെറ്റായി. ബാക്കിലൊന്നുമില്ലല്ലോ. ബാക്കിലൊന്നുമില്ല. കവറും കൂടെ ഇനി ഒരു കവർ വേണമല്ലേ? അതൊരു ചേട്ടാ, ആ കവർ ഒന്ന് തരുമോ? ഇതാ, ഇങ്ങനെ ഹോൾഡ് ചെയ്തോ. ഇനിയുണ്ട്. പയ്യെ വാ, പയ്യെ വാ. രണ്ട് ഇവിടെ ഞാൻ കണ്ടില്ലല്ലോ. ഇരിക്കുന്നു. തെങ്ങ് കൂട്ടിയില്ല പുറത്ത് കണ്ടോ? പിടിച്ചോ, അത് പിടിച്ചോ. ടോർച്ച് എൻ്റെ പുറത്തടിച്ചേ. സൂക്ഷിച്ചെടുക്ക്. ഓ, പൊളിച്ച്. അത് നൈസ് ക്രാബ്. അങ്ങനെ ഹണ്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ ക്രാബുമായിട്ട് ക്യാമ്പ് റിവയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി എന്താണ് അച്ഛൻ നെക്സ്റ്റ് നമ്മുടെ പ്ലാൻ? ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, കുക്കിംഗ്. അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് ഇവിടെ നല്ലൊരു ആംബിയൻസ് സെറ്റ് ചെയ്തെടുക്കാം. അടിപൊളിയാണല്ലോ. നമുക്ക് ആ ക്രാബ് കട്ട് ചെയ്തെടുക്കാം അല്ലേ? ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കറി വയ്ക്കാനാണെങ്കിൽ ഇതുപോലെ ക്ലീൻ ചെയ്യുന്നതിന് സൗകര്യം. ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ഒന്ന് കഴുകി കറിയിലേക്ക് ഇട്ടാൽ മതി. പക്ഷെ നമ്മൾ അല്ലാതെ നമ്മൾ മീറ്റ് എടുക്കുന്ന പരിപാടിയാണെങ്കിലേ ആദ്യം ഞണ്ടിനെ ഒന്ന് ബോയിൽ ചെയ്യണം. ബോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇറച്ചിയെല്ലാം ഒന്ന് നല്ല ഉറയ്ക്കും. അപ്പോൾ നമുക്കിനി കറി പ്രിപ്പയർ ചെയ്യാം. നമ്മളിപ്പം 2 ഞണ്ടേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. അതിൽ ഒരെണ്ണം നമ്മൾ മുഴുവനായിട്ടും ഒരെണ്ണം നുറുക്കി അങ്ങ് ഇടാം.
ഗ്യാപ്പിൽ ഒരു നുള്ളിന് ഉപ്പ്. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളകിൻ്റെ കൂടെ ആ ഒരു ഫ്ലേവർ ഇറങ്ങി വന്നാലേ നമുക്ക് ആ കറിക്ക് ഒരു മണം വരത്തുള്ളൂ. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഞണ്ട് കറി നമ്മൾ വെക്കുമ്പോൾ മുളകൊക്കെ കൂട്ടിയാണ് ഇടാറ്. പക്ഷെ ഇത് കായൽ ഞണ്ടായതുകൊണ്ട് തേങ്ങ അരച്ചിട്ട് ആ ഒരു കളറിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് മുളക് പൊടി ഇടുന്നില്ല. അതുകൊണ്ട് പച്ചമുളക് അത്യാവശ്യം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വയറ്റ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടി വർക്ക് തുടങ്ങാം. ഇതാ മുളക് പൊടി, കുറച്ച് മുളക് പൊടി മതി. പിന്നെ നമുക്ക് കളർ വ്യത്യാസം വരും. മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് കുരുമുളക് പൊടി ഇടും. കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുരുമുളക് പൊടി നമുക്ക് ഇച്ചിരി ഇടാം കേട്ടോ. കാരണം നമ്മൾ ആകെ എരിവെന്ന് പറയുന്നത് ഈ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും മാത്രമാണ്. നമ്മുടെ തേങ്ങ അരച്ചതാണ്. ഒഴിച്ചോ? ഒഴിക്കട്ടെ. ഇതാ ഒഴിച്ചോളൂ. ഇത് ശരിക്കും തേങ്ങാപ്പാലല്ല, തേങ്ങ അരച്ചതാണ്. അച്ചു, ഇതിന്റെ ഉപ്പൊന്ന് നോക്കാവോ? എനിക്ക് തോന്നുന്നത് കുറയാനാണ് സാധ്യത. നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് കുറച്ചുകൂടി വേണം. ഓക്കെ. നമ്മുടെ ഞണ്ടിനെ നോക്കിട്ട് കൊടുക്കാം. വരട്ടെ, ഇറക്കി വയ്ക്കട്ടെ. നമ്മുടെ മഡ് ക്രാബ് ആദ്യം ആ മുഴുവനായിട്ടുള്ള ഞണ്ട് തന്നെ ഇറങ്ങട്ടെ. ചെറിയ പീസുകൾ തട്ടട്ടാ. ആ കറിയിലൊന്ന് ഇതാക്കി കൊടുക്കാം അല്ലേ? അതൊരു തട്ടിക്കാം. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി ആ കറി ഒന്ന് തിക്കാവട്ടെ. നല്ല മണം വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യാൻ സമയമില്ല. നല്ല കിടുക്കാച്ചി മണം വരുന്നുണ്ട്. നമ്മുടെ കറി എന്തായെന്ന് നോക്കാം അല്ലേ? ആവശ്യത്തിന് നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഉപ്പ് നോക്കണോ? ഓക്കെ, സെറ്റല്ലേ? കൊള്ളാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇറക്കി വയ്ക്കാം. അത് ഇറക്കി വെച്ചിട്ട് പുട്ടിലേക്ക് തിരിയാം. ചട്ടി ആയതുകൊണ്ട് വലിയ ചൂടില്ല കേട്ടോ. ഇത് കാതില് ചൂട് കയറത്തില്ലല്ലേ? ചെറിയ ചൂടുണ്ട്. തേങ്ങയും ഞണ്ടിൻ്റെ ഇറച്ചിയും നമ്മുടെ ഫേവറേറ്റ് സാധനം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ പുട്ടിൻ്റെ മാവ്. ഒരു 3 കഷ്ണം പുട്ട് കിട്ടുന്ന രീതിക്ക് അച്ചു, നമ്മുടെ പുട്ട് ശരിയായിട്ടുണ്ട്. അതെ. അപ്പോൾ ഇതിനെ ഒന്ന് എടുത്ത് നമുക്ക് കുത്തിയിടാം അല്ലേ? അപ്പോൾ നമ്മുടെ പുട്ട് റെഡിയായി. ഇനി കുറച്ച് കറി കോരി ഇതിലേക്ക് വെച്ച്. കുറച്ച് കൂടുതൽ കറി ഒഴിച്ചോ. ഇട്ടങ്ങോട്ട് നനയട്ടെ. നേരത്തെ ചോദിച്ചില്ലേ നമ്മുടെ തോടുന്നതിനായിരുന്നു? അത് വെച്ചിട്ട് ഒരു പരിപാടിയുണ്ട്. അതിനാണ് തിരിച്ചിടാൻ പറഞ്ഞതല്ലേ? വലിയ ഞണ്ടിൻ്റെ ഷേപ്പിനായിട്ടുണ്ട്. കഴിച്ചാലോ? ടേസ്റ്റ് നോക്കാം. ആ സൈഡിൽ നിന്ന് തുടങ്ങിയോ? ഓക്കെ. ഞാൻ ഈ സൈഡിൽ നിന്ന് ആദ്യം കുറച്ച് ചാറും പുട്ടായിട്ട് കുഴച്ച് വെച്ച് നോക്കാം. പൊളിക്കട്ടെ. ഇത് സൈഡിൽ നിന്ന് പിടിച്ചാണ്. എനിക്ക് കാലായിട്ട് ഇഷ്ടം. കഴിച്ചോ? ഇത് പൊട്ടിക്കാൻ പറ്റുമെന്നോ?
സാധാ ഞണ്ട് കറിയില്ലേ അതിനെക്കാട്ടി ടേസ്റ്റ് കൂടുതൽ ഇതാ. ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുന്നത് അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചി തന്നെയാണ് അല്ലേ. നമ്മളിന്ന് പുതിയൊരു കാര്യമാണ് ട്രൈ ചെയ്തിരിക്കുന്നത്. ഇതിന് ചാറ് ഒരുപാട് ഉണ്ടാവും, അരപ്പേ. എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഇത് ഫുള്ള് ഇനി ഇതെനിക്കാണ് കേട്ടോ. എനിക്കാ, നിനക്ക് വേറെ ഉണ്ട്. മൊത്തത്തിൽ വെച്ചാൽ വയറോട്ട് പോകും. അപ്പോൾ നമ്മുടെ മഡ് ക്രാബ് കുറുമ കറി അടിപൊളി. പുട്ടിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനെക്കാട്ടി ബെസ്റ്റ് പുട്ടിൻ്റെ കൂടെ തന്നെയാണ്. അപ്പം നമ്മുടെ പുട്ടിൽ ആ ക്രാബിൻ്റെ മീറ്റും കൂടി വെച്ചപ്പോഴത്തേക്കും പുട്ടിൻ്റെ ടേസ്റ്റ് അല്ലാതെ തന്നെ ഇരട്ടിയായി. ഇതേ നല്ലൊരു കാലിൽ എന്തോ ഒരു ഇറച്ചിയാന്ന് നോക്കിയേ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ ക്രാബ് കഴിക്കാനായിട്ട് മടി കാണിക്കും. പക്ഷെ ഈ പുട്ടിനകത്ത് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ആണെന്ന് അറിയാൻ പറ്റും. എന്തായാലും നല്ല കിടിലൻ പുട്ടും കിടിലൻ കോമ്പിനേഷൻ, കിടിലൻ കറി. അതെ, കിടിലൻ പുട്ട് ക്രാബ് കുറുമയും ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയത്. നല്ല കിടിലൻ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത ഒരു അടിപൊളി പ്ലേസിൽ മറ്റൊരു റെസിപ്പിയുമായിട്ട്. ബൈ.